ആരാണ് ഹിന്ദു? ഇപ്പൊ മുസ്ലിങ്ങൾക്കായാലും ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും പാഴ്സികൾക്കായാലും ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രം ഇവിടെ ജനിക്കുന്ന ആർക്കും ബാധകമാണ്. ഹിന്ദുത്വയുടെ ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഫാക്ടർ മാതൃഭൂമി, പിതൃഭൂമി, പുണ്യഭൂമി. സവർക്കറുടെ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ 1922 അദ്ദേഹം എഴുതി 23 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ എഴുതിയാണ്. അതിനകത്ത് ഈ ഹിന്ദുത്വത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയാണ്, ഒരു സിവിലൈസേഷൻ ആണ്, ഒരു റേസ് ആണ്, ഒരു ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റിയാണ്. അപ്പൊ റേസ്, ഹിന്ദു ഇസ് എ റേസ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്നത്. റേസിന് ഇന്നത്തെ അർത്ഥവും സവർക്കർ ഉദ്ദേശിച്ച അർത്ഥവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എത്തനിസിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളെല്ലാം ഒരു എത്തനിസിറ്റി അല്ല എന്ന് നമുക്കറിയാം. അത് റേസ് എന്നുള്ള വാക്ക് തന്നെ അവിടെ നിലനിൽക്കുന്നതല്ല. പക്ഷെ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷനിൽ ഹിന്ദുത്വം എങ്ങനെ മതബന്ധമാണ് അല്ലെ മതബന്ധിതമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതിതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. ആരാണ് ഹിന്ദു? ഹിന്ദുവിന്റെ ഗുണമാണ് ഹിന്ദുത്വം. ആരാണ് ഹിന്ദു എന്ന് ചോദിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് മാതൃഭൂമി, പിതൃഭൂമി, പുണ്യഭൂമി. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ജനിച്ച് വളരുന്നു, നിങ്ങൾ ഇവിടെയാണ്. ഇപ്പൊ ഈവൻ നിങ്ങൾ ഒരു അഭയാർത്ഥിയാണെങ്കിൽ ഇവിടെയാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാതൃഭൂമി ഇല്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും അഭയാർത്ഥികളാണെങ്കിലും നിങ്ങളുടെ മാതൃഭൂമി ഇതാണ്. ചില രാജ്യങ്ങൾ അംഗീകരിക്കില്ല, എന്നാലും അങ്ങനെയാണ് കോൺസെപ്റ്റ്. പിതൃഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻഗാമികൾ മുഴുവൻ ഇവിടെ ആയിരുന്നു, അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പൊ മൂന്നാമത്തതാണ് പുണ്യഭൂമി. പുണ്യഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങൾ, ആശയധാരകള്, അത് സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ, അതിന്റെ സാഹിത്യം, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസ പ്രസ്ഥാനം ഉദയം കൊണ്ടത് എവിടെയെന്നുള്ള ചോദ്യമാണ്. ആദ്യത്തെ രണ്ടും മാതൃഭൂമി അല്ലെങ്കിൽ ഫാദർലാൻഡ് എന്നൊക്കെ ഉള്ളത് ഇവിടെ ജനിക്കുന്ന ആർക്കും ബാധകമാണ്. ഇപ്പൊ മുസ്ലിങ്ങൾക്കായാലും ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും പാഴ്സികൾക്കായാലും എല്ലാവർക്കും വേണമെങ്കിൽ ഇവിടെ ജനിച്ചാൽ മതി, കുറെ വർഷമായിട്ട് ഇവിടെ ജീവിച്ചാലും മതി. പക്ഷെ മൂന്നാമത്തെ ആ ഒരു ക്രൈറ്റീരിയ പാസ്സാവണമെങ്കിൽ നിങ്ങളുടെ മതം ഒറിജിനേറ്റ് ചെയ്ത് ഇവിടെ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വയുടെ ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഫാക്ടർ, അതിനെ വ്യതിരക്തമാക്കുന്നത് മതമാണ്, വിശ്വാസമാണ്, ഭക്തിയാണ്. മറ്റത് രണ്ടും ഒത്തുവന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ എന്നുള്ളത് അതിന്റെ ഏറ്റവും ഡിറ്റർമൈനിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞാൽ മതമാണ്. ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രം മതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രമാണ്.